പവിത്രം സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വേദ അകത്തേക്ക് കയറി വരുന്ന കണ്ടിട്ട് ശ്രീനിവാസൻ സാർ പറയാം, എന്താ കുട്ടി പ്രത്യേകിച്ച് ഇരിക്ക്. അപ്പോൾ വേദ പറയാം, ഇരിക്കാനൊന്നും സമയമില്ല സാർ, സാർ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. എന്താണെന്ന് സാറ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വേദ പറയുകയാണ്, വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, മോഷണക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഒന്നും വിശ്വസിക്കാനാവാതെ ശ്രീനിവാസൻ സാർ ചോദിക്കാം, എന്താ കുട്ടി പറയുന്നത്, മോഷണോ, അതും വിക്രം? അപ്പോൾ വേദ പറയുകയാണ്, അതെ സാർ, വിക്രമിനെ അറിയാവുന്ന എല്ലാവരും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. സാറിന് വേണ്ടി ഒരുപാട് തല്ല് കേസ് വിക്രം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതുവരെ മോഷണം നടത്തിയിട്ടേ ഇല്ല, പക്ഷേ ഇപ്പോൾ അതുമായി. ഇത് കേട്ടിട്ട് ശ്രീനിവാസൻ സാർ പറയുകയാണ്, കുട്ടി എന്താന്ന് വെച്ചാൽ ഒന്ന് തെളിച്ച് പറയേ. വേദ പറയുകയാണ്, ഇന്നലെ ഭജന ഇരുത്താനായിട്ട് ഞാനും വിക്രമും അമ്പലത്തിൽ പോയിരുന്നു. ഭജന ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ രാത്രി ഉറങ്ങിക്കിടുന്ന സമയത്ത് അവിടുത്തെ ഭണ്ഡാരം ആരോ എടുത്തിട്ട് പോയി. അപ്പോൾ ശ്രീനിവാസൻ സാർ ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് രാത്രിയിൽ അവിടെ ഉണ്ടായിരുന്നോ? ഇത് കേട്ടിട്ട് വേദ പറയുകയാണ്, ഇല്ല സാർ, ഇടയ്ക്ക് വെച്ച് വിക്രം എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി, അതൊരാൾ കണ്ടിരുന്നു, അതാണ് ഏക മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് വിക്രമിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിക്രം പറഞ്ഞതനുസരിച്ച് ആരായിരിക്കും ഇത് ചെയ്തതെന്ന് എനിക്കൊരു ഊഹമുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ സാർ ആരാത് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ വേദയോട് ചോദിക്കുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് ജയിലിൽ കിടക്കുന്ന വിക്രമിനെയാണ്. എസ് ഐ അകത്തേക്ക് ലാത്തിയായിട്ട് വന്നിട്ട് പറയാം, ഇത്തവണ നീ പെട്ടുപോയല്ലോ, നിനക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ഇത് അകപ്പെട്ടു പോയി മോനെ. നീ തന്നെ ആ ഭണ്ഡാരം മോഷ്ടിച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നീ ഭണ്ഡാരമായിട്ട് പോകുന്നത് കണ്ട ഒരു സാക്ഷിയുണ്ട്, ഇനി തെളിവെടുപ്പ് കൂടെ നടത്തിയാൽ മതി. അപ്പോൾ വിക്രം പറയുകയാണ്, ഓ ഇത്രയൊക്കെ ഒപ്പിച്ച സ്ഥിതിക്ക് തെളിവെടുപ്പും എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ എസ് ഐ പറയുകയാണ്, പക്ഷേ തെളിവെടുക്കണോ അതോ നിന്നെ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്തിട്ട് വേണോ തെളിവെടുപ്പെന്നൊക്കെ ഞാൻ ആലോചിക്കാം. അപ്പോൾ വിക്രം പറയാണ്, ഒരു കാര്യമില്ലാതെ എന്നെ ദ്രോഹിച്ചാലുണ്ടല്ലോ. അപ്പോൾ എസ് ഐ, അത് പിന്നെ നീ എന്നെ കുറേ വെള്ളം കുടിപ്പിച്ചിട്ടുള്ളതല്ലേ, അങ്ങനെ അങ്ങ് കൈ കിട്ടുമ്പോൾ വെറുതെ കളയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് വിക്രമിനെ ലാത്തി കൊണ്ട് അടിക്കുകയാണ്. പെട്ടെന്ന് വിക്രം ലാത്തിയിൽ കയറി പിടിച്ചിട്ട്, ദേ സാറേ, ഇത്രയും നാളും ഞാൻ അടി കൊണ്ടിട്ടുണ്ട്, അത് കുറ്റം ചെയ്തത് കൊണ്ട് മാത്രം. ഇതിൽ ഞാൻ ഒരു കുറ്റക്കാരനല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് വെറുതെ എന്നെ അടിക്കാന്ന് വിചാരിച്ചാലുണ്ടല്ലോ. എസ് ഐ പറയാം, ലാത്തിന്ന് കൈയിടറ. എന്നിട്ട് വിക്രമിൻ്റെ വയറ്റിലൊരു ചവിട്ട് കൊടുക്കുന്നു. വിക്രം വേദന കൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം ലാത്തി കൊണ്ട് ചറ പറ അടിക്കുകയാണ്. ഇതേ സമയം ശ്രീനിവാസൻ സാർ അഭിലാഷിനെ കണ്ടുപിടിച്ചിട്ട് എല്ലാവരും ചേർന്ന് അഭിലാഷിനെ ചവിട്ടി കൂട്ടുകയാണ്. വേദന കൊണ്ട് സഹിക്കാനാവാതെ അഭിലാഷ്, സാറേ, എൻ്റെ പൊന്നു സാറേ, എന്താണെന്ന് വെച്ചാൽ ഞാൻ തുറന്നു പറയാം. അങ്ങനെ ശ്രീനിവാസൻ സാർ ചോദിക്കുക, ഈ മോഷണം നടത്തിയത് ആരാടാ? അഭിലാഷ് പറയാം, ഞാൻ തന്നെയാണ്, വിക്രമിനോടുള്ള ദേഷ്യത്തിൽ ഞാൻ തന്നെ ചെയ്തത്. എന്താ നടന്നതെന്ന് ശ്രീനിവാസൻ സാറിനോട് വിശദീകരിച്ച് പറയുകയാണ്. അഭിലാഷ് ഒറ്റയ്ക്ക് ചെന്ന് വേദയും വിക്രവും ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് സൗണ്ട് ഒന്നും കേൾപ്പിക്കാതെ തന്നെ ഭണ്ഡാരം മോഷ്ടിച്ച് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ശ്രീനിവാസൻ സാർ ചോദിക്കുക, നീ ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? അപ്പോൾ അഭിലാഷ് പറയാണ്, ആർക്കും വേണ്ടിയല്ല, എനിക്ക് വേണ്ടി തന്നെ. ഞങ്ങൾ തമ്മിൽ ചെറിയ അടിപിടി ഉണ്ടായിരുന്നു, അതിൻ്റെ ദേഷ്യത്തിൽ ചെയ്തതാ. അപ്പോൾ ശ്രീനിവാസൻ സാർ ചോദിക്കുക, അതിന് നേരിട്ടല്ലേടാ അടിക്കേണ്ടത്, അതിന് എന്നെ കൊണ്ട് പറ്റില്ല സാറേ എന്ന് അഭിലാഷ് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ശ്രീനിവാസൻ സാറ് പറയുകയാണ്, അപ്പോൾ നിനക്ക് അത് അറിയാം, എൻ്റെ ചെറുക്കനെ നീ പെടുത്തിയല്ലേ? അല്ല, തൊണ്ടി മുതൽ എവിടെ? നീ അത് എവിടെ ഒളിപ്പിച്ചെന്നും പോലീസിന് ഒറ്റ കൊടുത്തല്ലേ? എവിടെടാ അത്? അപ്പോൾ അഭിലാഷ്, സാറേ, ഞാൻ അതെല്ലാം കാണിച്ചു തരാം, ഇനി എന്നെ അടിക്കരുതെന്ന് പറഞ്ഞ് കരയുന്നു. ഈ സമയം പോലീസ് സ്റ്റേഷനിൽ എസ് ഐ കോൺസ്റ്റബിളിനോട് പറയുകയാണ്, അവനെ പുറത്തേക്ക് കൊണ്ടുപോകാം, തെളിവെടുപ്പിന് കൊണ്ടുപോകണം. ഇത് കേട്ടിട്ട് കോൺസ്റ്റബിൾ പറയാം, അവൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും എല്ലാം ബ്ലഡ് വന്നിട്ടുണ്ട്, സാറേ എന്തുമാത്രം അടിയാണ് അടിച്ചത്. അപ്പോൾ എസ് ഐ പറയുകയാണ്, അവനും കുറേ പേരെ ഇങ്ങനെ തല്ലി ചതച്ചിട്ടുള്ളതല്ലേ, അവരുടെ അവസ്ഥ എന്താണെന്ന് അവനോട് മനസ്സിലാക്കട്ടെ. വിക്രം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എസ് ഐയെ നോക്കിയൊന്ന് ചിരിക്കുന്നു. അപ്പോൾ എസ് ഐ, എന്താടാ നോക്കി ചിരിക്കുന്നത്? വിക്രം പറയാണ്, ഞാനേ ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോഴേ സാറിൻ്റെ മുഖഷേപ്പ് ഇതുപോലെ ആയിരിക്കില്ല, ഇപ്പോഴേ ഒരു ഫോട്ടോ എടുത്ത് ഭാര്യയ്ക്കും മക്കൾക്കും കാണിച്ചു കൊടുത്തേക്ക്, എന്തായാലും ഈ അവസ്ഥ ആയിരിക്കില്ല സാറിൻ്റേത്. എസ് ഐ ഒന്ന് പേടിപ്പിച്ചിട്ടാണ് വിക്രം പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ തെളിവെടുപ്പിനായിട്ട് പോലീസുകാർ വിക്രമിനായിട്ട് ഒരു അമ്പലത്തിനടുത്തുള്ള പറമ്പിലേക്ക് വരുന്നു. അമ്പലത്തിലുള്ള എല്ലാവരും അവിടെ വന്നിട്ട്, സത്യം പറയടാ, എവിടാടാ ഭണ്ഡാരം എന്നൊക്കെ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് വിക്രമിനോട് ചോദിക്കുക, എവിടാടാ ഭണ്ഡാരം ഒളിപ്പിച്ചിരിക്കുന്നത്? നീ ശ്രീകാര്യം ശ്രീനിവാസന്റെ ആളാണെന്നും ഇവിടെയുള്ള ആളുകളൊന്നും നോക്കാൻ പോകുന്നില്ല, കേട്ടല്ലോ? എല്ലാവരും നല്ല ദേഷ്യത്തില്ല, സത്യം പറയടാ. അപ്പോൾ വിക്രം പറയാം, എന്താ സാറേ, ഇത്രയൊക്കെ സാറിന് അറിയാമെങ്കിൽ ബാക്കി കാര്യങ്ങളും സാറിന് അറിയാമായിരിക്കുമല്ലോ. ഇപ്പോൾ തൊണ്ടി മുതലെടുത്ത് തെളിവോടെ എന്നെ പിടിച്ചിട്ട് എന്നെ അകത്താക്കാനല്ലേ സാറിൻ്റെ ഉദ്ദേശം? എന്നിട്ട് ഈ നാട്ടുകാരുടെ മുന്നിൽ ഞെളിഞ്ഞു നടക്കണം അല്ലേ? വിക്രമിനെ പിടിച്ചുകൊണ്ട് എസ് ഐ പറമ്പിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് സ്ഥലം കാണിച്ചു കൊടുക്കാൻ പറയുമ്പോൾ വിക്രം പറയാം, അതും സാറ് തന്നെ പറഞ്ഞു കൊടുക്കുക, സാറിനറിയാലോ. അങ്ങനെ പോലീസുകാർ അവിടെ എല്ലാം നോക്കിയിട്ട് ഇവിടെയെങ്ങും ഒന്നും കാണുന്നില്ല സാറേ എന്ന് പറയുമ്പോൾ വിക്രം പറയാം, എന്താ സാറേ, പണി വെട്ടിയോ? സാറിനും സ്ഥലം മാറിപ്പോയോ? അപ്പോൾ ഈ സമയം പെട്ടെന്ന് ശ്രീനിവാസൻ സാർ അവിടേക്ക് വന്നിട്ട് പറയാം,
എന്താടോ വഴി അടച്ചിട്ടാണോ ഈ തെളിവെടുപ്പ് നടത്തുന്നത്? തൊണ്ടി മുതൽ വേണമെങ്കിലേ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ സാറ് അമ്പലത്തിലേക്ക് പോകുന്നു. അങ്ങനെ വിക്രമുമായിട്ട് പോലീസുകാരും നാട്ടുകാരും എല്ലാവരും ആ അമ്പലത്തിലേക്ക് ചെല്ലുന്നുണ്ട്. ശ്രീനിവാസൻ സാറ് വിക്രമിനോട് ചോദിക്കാൻ, എന്താടാ ഇവര് നിന്നെ ഉപദ്രവിച്ചോ? വിക്രം ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ ശ്രീനിവാസൻ സാറ് പറയുകയാണ്, കട്ടവനെ കിട്ടിയിട്ടില്ലെങ്കിലേ ഈ യൂണിഫോം ഊരി വെച്ച് ആ പറമ്പ് കിളയ്ക്കാൻ പോ സാബു മോനെ. അല്ല, ഒരു ദൃക്സാക്ഷി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എവിടെ അയാൾ? അപ്പോൾ കറവക്കാരൻ ഇങ്ങോട്ട് വന്നിട്ട്, ഞാൻ തന്നെയാ. അപ്പോൾ ശ്രീനിവാസൻ സാർ ചോദിക്കുക, അല്ല വിക്രം പോകുമ്പോൾ വിക്രമിൻ്റെ കയ്യിൽ വല്ല ഭണ്ഡാരം ഉണ്ടായിരുന്നു? അപ്പോൾ കറവക്കാരൻ പറയണം, അത് പിന്നെ ഞാൻ പോകുന്നത് മാത്രമേ കണ്ടുള്ളൂ, ഭണ്ഡാരം അത് ഞാൻ ശ്രദ്ധിച്ചില്ല സാർ, എനിക്ക് ഓർമ്മയില്ലെന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് ശ്രീനിവാസൻ സാറ് പോലീസിനോട് പറയാണ്, കണ്ടില്ലേ ഏക സാക്ഷിയുടെ മൊഴി കണ്ടില്ലേ, ഇത് വെച്ചൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. വിക്രം ഭജനയ്ക്കിടയിൽ വീട്ടിലേക്ക് പോയത് മാത്രമാണ് അയാൾ കണ്ടിരിക്കുന്നത്, അല്ലാതെ ഭണ്ഡാരം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് അയാൾ കണ്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളി ആരാന്ന് ഇപ്പം ഞാൻ ശരിയാക്കി തരാം. എന്നിട്ട് അഭിലാഷിനെ എവിടേക്ക് കൊണ്ടുവരുന്നു, ഇവനാണ് ഇത് മോഷ്ടിച്ചത്. അപ്പോൾ എങ്ങനെയാ ഞാൻ എൻ്റെ ചെക്കനെ കൊണ്ടുപോവാ? പിന്നെ ഇവനെ എത്രയും വേഗം ജാമ്യത്തിലിറക്കാനുള്ള വകുപ്പ് മാത്രം ചുമത്തിയാൽ മതി. ഇല്ലെങ്കിലേ ഇവൻ ആരാ കാശ് കൊടുത്ത് ഇത് ചെയ്യിപ്പിച്ചെന്നും സാറും സാറിൻ്റെ ഏമാമാരെ എല്ലാം ഇവൻ ചിലപ്പോൾ വിളിച്ച് പറഞ്ഞതിരിക്കും. അപ്പോൾ അഭിലാഷ് ഒന്നും മിണ്ടാതെ എസ് ഐയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എസ് ഐ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രീനിവാസൻ സാറ് വിക്രമിനോട് പറയാൻ, ദേ വേദയായിട്ട് വീട്ടിലേക്ക് പോക്കോ വിക്രം, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. വിക്രം എസ് ഐ ഒന്ന് തുറച്ചു നോക്കിയിട്ട് വേദയും വിളിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അമ്പല കമ്മിറ്റിക്കാർ ചോദിക്കുക, അല്ല ഈ നേർച്ചപ്പെട്ടി? അപ്പോൾ എസ് ഐ പറയുകയാണ്, അത് പിന്നെ സ്റ്റേഷനിൽ വന്ന് സൈൻ ഇട്ട് കഴിഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളൂ. അങ്ങനെ ഈ നടന്ന കാര്യമെല്ലാം വിനയനാണെങ്കിൽ ശ്രീകാന്തിനെ വിളിച്ച് പറയുന്നു. ശ്രീകാന്ത് പേടിച്ചിട്ട്, താൻ അവനോട് ഞാനാണ് ഈ കൊട്ടേഷൻ തന്നതെന്ന് പറഞ്ഞായിരുന്നോ? അപ്പോൾ വിനയൻ പറയുകയാണ്, അത് പിന്നെ സാറും സാറിൻ്റെ അച്ഛനെയും പറ്റിയും അവന് നന്നായിട്ട് അറിയാം. അവനെ ഇറക്കാൻ ആളുണ്ടെന്ന് അറിഞ്ഞാലല്ലേ അവൻ ഇതിന് നിൽക്കൂ, അതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, ദേ ഈ ജഡ്ജിയായിട്ടിരിക്കുന്ന എൻ്റെ അച്ഛനെ ഇത് ഏൽപ്പിച്ചെന്നൊക്കെ അവൻ പറഞ്ഞാലുണ്ടല്ലോ ആകെ നാണക്കേടാ, താൻ എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ വിനയം പറയുകയാണ്, അത് പിന്നെ കുറച്ച് കാശിറക്കാമെങ്കിൽ ആ എസ് ഐ ഒന്ന് ഒതുക്കണം, അവനെ ജാമ്യത്തിലിറക്കണം, അവനും കുറച്ച് കൊടുക്കണം, പിന്നെ വാഴ നനയുമ്പോൾ ചീരയെന്ന പോലെ എനിക്കും. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം, അതെനിക്ക് നന്നായിട്ട് അറിയാമല്ലോ, എത്ര പണം വേണമെങ്കിലും മുടക്കാം, ഒന്നും അറിയണ്ട, അവൻ്റെ വായിൽ നിന്നൊന്നും പുറത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ വെക്കുന്നു. എന്നിട്ട് ഇവനെ പോലെ ഉള്ളവനെയാണല്ലോ കൂട്ടുപിടിച്ചതെന്ന് ശ്രീകാന്ത് ഇങ്ങനെ ദേഷിച്ച് പറയുകയാണ്. അങ്ങനെ വിക്രമും വേദയും വീട്ടിലേക്ക് എത്തുമ്പോൾ ശ്രീജയെടുത്തിയാണെങ്കിൽ സന്തോഷത്തോടെ, ദേ അമ്മേ വിക്രം വന്നു. ഇത് കേട്ടിട്ട് മാഷും അമ്മയും എല്ലാവരും പുറത്തേക്ക് വരുന്നു, നന്ദിനിയും അടുത്തേക്ക് വരുന്നു. അങ്ങനെ വിക്രമിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് വേദ അച്ഛൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുകയാണ്, വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്ത ആളെ കൈയോടെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റൊരാളാ ഭണ്ഡാരം മോഷ്ടിച്ചത്, അത് വിക്രമിൻ്റെ തലയിൽ വെച്ച് കെട്ടിക്കൊടുത്തതാ. ഇപ്പോൾ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് കേട്ടിട്ട് നന്ദിനി ചോദിക്കുക, സത്യമാണോ? പോലീസിന് അങ്ങനെ തെറ്റുമോ? അപ്പോൾ വേദ പറയാം, പോലീസിന് മാത്രമല്ല ആർക്കും തെറ്റ് പറ്റാം. ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാവുമ്പോൾ അത് തിരുത്താനും ബോധ്യപ്പെടുത്താനുമുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്. മാഷേ, വിക്രമാണ് മോഷ്ടിച്ചതെന്ന് നാട്ടുകാർ തെളിയിച്ചാൽ പിന്നെ വിക്രമും വിക്രമിന്റെ കൂടെ പോയവരാരും ഇങ്ങോട്ട് വരണ്ടാന്ന് മാഷ് പറഞ്ഞിരുന്നു. ഇപ്പോൾ വിക്രമല്ല മോഷ്ടിച്ചതെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ലല്ലോ അല്ലേ മാഷേ? ഇത്രയും പറഞ്ഞുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.